നമസ്കാരം. ഇല്ലം ആയുർവേദയുടെയും ചേർത്തല ലൈവിന്റെയും ആഭിമുഖ്യത്തിൽ ഓട്ടിസം സ്പെക്ട്രൽ ഡിസോർഡർ എന്ന വിഷയത്തിൽ നടക്കുന്ന തത്സമയ ഓൺലൈൻ ചോദ്യോത്തര പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഇല്ലം ആയുർവേദ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഡയറക്ടറായ ഡോക്ടർ ശങ്കർ പ്രശാന്ത് മൂസത്താണ്. വെൽക്കം സർ. കഴിഞ്ഞ ആഴ്ച ഒരുപാട് ആശങ്കകളും സംശയങ്ങളുമായിട്ടാണ് നമ്മളുടെ സെഷൻ നിന്നിരുന്നത്. ആ സെഷന് ശേഷം ഒരുപാട് ചോദ്യങ്ങൾ ഇൻബോക്സിലൂടെയും ഫോണിൻ വഴിയും ഒരുപാട് ചോദ്യങ്ങളും ആശങ്കകളും പാരന്റ്സ് പങ്കുവച്ചിരുന്നു. അതിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. സർ, അതിൽ വരുന്ന ഒരു പാരന്റിന്റെ ചോദ്യമാണ്, കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം ഓട്ടിസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്. നമുക്ക് കാലാവസ്ഥ ആയിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധമുണ്ട്. പക്ഷെ അതൊരു ഓട്ടിസത്തിന്റെ കാരണവുമായിട്ട് ബന്ധമില്ല. പക്ഷെ ഓട്ടിസം ഉള്ള ഒരു അവസ്ഥയിലുള്ള ഒരു കുട്ടിക്ക് അവന്റെ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു ടെമ്പർ ടാൻട്രംസ് ആവാം, അവിടെ ഒരു റെസ്റ്റ്ലെസ്നെസ് ആവാം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കൂടാനായിട്ട് ചില കാലാവസ്ഥകൾ കാരണമാണ്. അതില് പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് ചൂടുള്ള കാലാവസ്ഥ. ഇപ്പൊ നമുക്കറിയാമെങ്കിൽ നമുക്കായാലും ഒരുപാട് ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ ലോജിക്കൽ മൈൻഡ് കൊണ്ടാണ് സത്യത്തിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യാത്തത്. ഇപ്പൊ എനിക്ക് നല്ല ചൂട് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന സ്ഥലവും ഞാൻ എവിടെയാണ് എന്ന് നോക്കിയിട്ടൊക്കെ ഞാൻ അതിന്റെ ഒരു എക്സ്പ്രഷൻ നടത്തുള്ളൂ. പക്ഷെ ഈ കുട്ടിക്ക് അങ്ങനൊരു എന്താ പറയാ, ഒരു ഏത് സ്ഥലത്താണ് അവൻ ഇരിക്കുന്നതെന്ന് അവൻ നോക്കാത്തടത്തോളം കാലം അവനത് പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യും. അപ്പൊ അവന്റെ ശരീരം എന്താണോ പറയുന്നത് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള വ്യഗ്രത ആ കുട്ടി കാണിക്കും. കാരണം അവൻ ആ ഒരു ലോജിക്കൽ തോട്ട്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അത് ഈ എന്താ പറയാ, ചൂട്, തണുപ്പ് അങ്ങനെയുള്ള കാലാവസ്ഥയുമായിട്ട് വരുന്നു. ഇതുമല്ലാണ്ട് നമുക്ക് വരുന്നതാണ്, ഇപ്പൊ ഞാൻ ഒരുപാട് കുട്ടികളിൽ കണ്ടിട്ടുണ്ട് ഈ വെളുത്തവാവും കറുത്തവാവും. അത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ചില കുട്ടികൾക്ക് ഈ വാവിന്റെ ഒരു 2-3 ദിവസം മുൻപ് ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും, റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവുന്നുണ്ട്. ചില കുട്ടികൾ ഇപ്പൊ തലയിട്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സെൽഫ് ഹാമിംഗ് ആയിട്ടുള്ള സിംറ്റംസ് ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോ ഈ അവസ്ഥ വരാനായിട്ടുള്ള കാരണം നമ്മൾ തിരക്കി പോയാൽ നമുക്ക് വാവ് ഈ സമയങ്ങളിൽ നമുക്ക് സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആ സമയത്തൊരു ഹൈ ടൈഡ് ഉള്ള സമയമാണ്. അതായത് നമ്മൾ വേലിയേറ്റം എന്ന് പറയും. അപ്പൊ ഈ വേലിയേറ്റമുള്ള സമയത്ത് നമ്മുടെ ബോഡിയുടെ എല്ലാ മെറ്റബോളിക് കാര്യങ്ങളും ഒരു ഹൈ പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇന്റേണൽ ആയിട്ടുള്ള ചേഞ്ചസ് അവന്റെ സൈക്കോളജിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരുപാട് കുട്ടികൾക്ക് ചിലപ്പോ വാവിനോടൊരു 3 ദിവസം മുന്നേ ആവാം, അല്ലെങ്കിൽ വാവ് കഴിഞ്ഞിട്ടുള്ള 3 ദിവസം ആവാം. അത് വെളുത്ത വാവായിക്കോട്ടെ കറുത്ത വാവായിക്കോട്ടെ, ഈ 2 സമയത്തും ആ ഒരു ഹൈ ടൈഡ് ലോ ടൈഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാലാവസ്ഥ എന്തായാലും ഇതിനൊരു ഡീവിയേഷൻ വരുത്തുന്നുണ്ട്. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. പിന്നെ നമ്മൾക്ക് വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഹൈപ്പർ ആക്ഷൻ അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആണ്, അതുകൊണ്ട് എന്റെ കുട്ടി ഓട്ടിസ്റ്റിക് ആയിരിക്കുമോ, അതിന്റെ ലക്ഷണം തന്നെയാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരുന്നു. ഓക്കെ, ഹൈപ്പർ ആക്ടിവിറ്റി ഞാൻ കഴിഞ്ഞ നമ്മുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി ഒരു ഡയറക്റ്റ് റിലേഷൻ, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടിസം ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ബട്ട് ഓട്ടിസത്തിന്റെ ഒരു സബ് സിംറ്റംസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാവുക, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവുക, ഇതെല്ലാം അത് മാത്രം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഓട്ടിസം ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു ലക്ഷണം തന്നെയാണ്. അത് നമ്മൾ മറ്റ് സിംറ്റംസുമായിട്ട് ചേർത്ത് അതുകൂടെ ഒന്ന് ക്ലബ് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് ഓട്ടിസം ആണെന്ന് പറയാൻ പറ്റുള്ളൂ. മാക്സിമം ആയിട്ടുള്ള ഒരുപാട് പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ രീതി. ഇത് എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം, എത്ര നാൾ ചെയ്യണം, എവിടെ ചെയ്യണം, ഏതാ എടുക്കേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ പാരന്റ്സിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഓട്ടിസ്റ്റിക്കിന്റെ ട്രീറ്റ്മെന്റിന്റെ രീതി ഒന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ച ചോദ്യം വളരെ ഇലാബറേറ്റ് ആണ്. വളരെ വാസ്റ്റ് ആണ്. കാരണം ഇത് ഒരുവിധപ്പെട്ട പേരന്റ്സ് മുഴുവൻ ചോദിക്കുന്നതാണ്
ഇപ്പോഴത്തെ സയന്റിഫിക് സ്റ്റഡീസ് പോലും ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ കുറച്ചുകൂടി ഡീപ്പർ ലെവലിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കിപ്പോ നമ്മുടെ ഒരു പൊതു സമൂഹത്തിൽ കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെയായിരിക്കും എന്ന് ലേബൽ ചെയ്തിട്ടാണ് സത്യത്തിൽ എല്ലാവരും പോകുന്നത്. പിന്നെയും കുറെ ആൾക്കാർ തെറാപ്പികളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോ ഈ ഇടയായിട്ട് കുറച്ച് ആൾക്കാർ ആയുർവേദത്തിലേക്ക് വരുന്നുണ്ട്, ചിലർ ഹോമിയോയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇതിന്റെ ഒരു പ്രാധാന്യം ഇപ്പൊ നമ്മുടെ ഇല്ലം ആയുർവേദ ആശുപത്രിയിൽ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിന്റെ സയന്റിഫിക് ബേസോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു പ്രോട്ടോകോളാണ്. അതിന് നമ്മൾ പേരിട്ടിരിക്കുന്ന അഷ്ടാംഗ പ്രോട്ടോകോൾ എന്നാണ്. ഇതില് ഏറ്റവും പ്രാധാന്യം അഷ്ടാംഗ എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ സ്പെല്ലിംഗ് അറിയാം. ASHTANGA. 8 കാര്യങ്ങളാണ് അഷ്ട അംഗങ്ങൾ. 8 കാര്യങ്ങൾ ചേർന്നതിന് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയാം. അതിൽ ആദ്യത്തെ A എന്ന് പറയുന്നതാണ് ആഹാരം. നമുക്ക് എന്താണ് ഈ കുട്ടിക്ക് കൊടുക്കേണ്ടത്, അതായത് ക്വാണ്ടിറ്റി, ക്വാളിറ്റി ആൻഡ് ടൈമിംഗ്. നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിന്റെ ആ ഒരു ഗുണമേന്മ, അത് എപ്പോ കൊടുക്കണം, എത്ര കൊടുക്കണം, ഇതാണ് സത്യത്തിൽ ഇതിന്റെ ചികിത്സയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് അഷ്ടാംഗത്തിന്റെ A. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും സ്പെസിഫിക് ആയിട്ടുള്ള ഡയറ്റ് അതിന് ഒരു സയന്റിഫിക് ബേസോട് കൂടി വേണം. ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഗ്ലൂട്ടൻ ഫ്രീ, കേസിൻ ഫ്രീ എന്നറിയാം. അതായത് പാലുൽപ്പന്നങ്ങള്, പിന്നെ ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടൻ ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പം ഇത് എന്തായാലും നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിന്റെ 3 ഗുണങ്ങളുണ്ട് ആയുർവേദത്തില്. ഞാൻ അതിന്റെ ആഹാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ 3 ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന് പറയും. ഇത് നമുക്ക് ഗൂഗിളിലോ മറ്റോ കയറി നോക്കാവുന്നതാണ്. അതായത് സത്വഗുണമുള്ള ഒരു മനസ്സുള്ള ഒരാള് എങ്ങനെയായിരിക്കണം, അദ്ദേഹത്തിന്റെ മനസ്സ് എങ്ങനെയായിരിക്കും. നമ്മൾ ഈ ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് രജോ ഗുണമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ക്രേവിംഗ് നേച്ചർ, എന്തിനോടെങ്കിലും ഒരു അധികമായിട്ടുള്ള ആകർഷണം തോന്നുക, അത് വേണമെന്ന് വാശി പിടിക്കുക, ഇല്ലെങ്കിൽ തലയിട്ടിരിക്കുക, അല്ലെങ്കിൽ ദേഷ്യം തോന്നുക, റെസ്റ്റ്ലെസ്നെസ് ആവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു രജോ ഗുണം ആയിട്ടുള്ള ഒരു നേച്ചറാണ് ഈ കുട്ടികൾക്ക് കണ്ടുവരിക. ചില കുട്ടികളുണ്ട് ഒരു മൂലയ്ക്ക് പോയി അടങ്ങിയിരിക്കുക, മീൻസ് ആ ഒരു ഡൾനെസ് ഉണ്ടാവും. ഇവർക്ക് കൂടുതലും തമോ ഗുണമായിരിക്കും, അതായത് ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ. അപ്പൊ ഈ ഓട്ടിസം എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് കണക്കാക്കിയിട്ട് വേണം നമുക്ക് ആ കുട്ടിക്ക് ആഹാരം കൊടുക്കാൻ. ഇപ്പൊ രജോ ഗുണമായിട്ടുള്ള മനസ്സുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നമുക്ക് സാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കണം. ഈ സാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുന്നത് വഴി ആ കുട്ടിയുടെ എന്താ പറയാ ഇന്റലക്ച്വൽ തോട്ട്സും നന്നായിട്ട് വരും, അവയർനെസ് കുറച്ച് നന്നായിട്ട് വരും. ഞാൻ എന്താണ് ഇപ്പം ആഹാരത്തിൽ പറയുന്നത്, നമുക്ക് പഴകിയ ആഹാരങ്ങൾ അത് തമോ ഗുണമുള്ള ആഹാരമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തമോ ഗുണത്തിലുള്ള ഒരു കുട്ടിയെ നമുക്ക് ആദ്യം രജോ ഗുണത്തിലേക്ക് കൊണ്ടുവരണം. അവനെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കണം, ഡള്ളായിട്ടിരിക്കുന്ന കുട്ടിയെ. മൂന്നാമത് വേണം അവനെ സാത്വിക് ആയിട്ട് മാറ്റാൻ. രജോ ഗുണമുള്ള ഒരു കുട്ടി, ഇപ്പൊ രജോ ഗുണം കൂട്ടുന്ന ആഹാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട ചുവന്ന മുളക് ഭയങ്കര രജോ ഗുണമുള്ളതാണ്. 2 ഫ്രൈ ചെയ്ത ആഹാരങ്ങൾ, എണ്ണയിൽ വറുത്തിട്ടുള്ള സാധനങ്ങൾ. മൂന്നാമതായിട്ട് ഈ പുളിപ്പുള്ള ആഹാരങ്ങൾ. ഈ 3 സാധനങ്ങൾ ഭയങ്കര രജോ ഗുണമുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് രജോ ഗുണത്തിന് പകരം നമുക്ക് കുറച്ചുകൂടെ ഇപ്പോഴത്തെ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ pH അസിഡിക് ആയിട്ടുള്ള ആഹാരം. അസിഡിക് നേച്ചറുള്ള ഏത് ഫുഡാണോ അത് നമ്മുടെ ബോഡി ഹീറ്റ് കൂട്ടും. ബോഡി ഹീറ്റ് കൂട്ടുമ്പോൾ അത് മൈൻഡ് രജോ ഗുണമാവും. മൈൻഡ് രജോ ഗുണമായി കഴിഞ്ഞാൽ ഞങ്ങള് കൂടുതലും ഈ പറഞ്ഞ പോലെ പിത്തപ്രകൃതി എന്ന് പറയും ആയുർവേദത്തിൽ. ഞാൻ ആ വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുന്ന ആർക്കും അതിനെക്കുറിച്ചുള്ള അടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ അത് ബേസ് ചെയ്തിട്ടാണ് ആ കുട്ടിക്ക് ആ ഒരു പിത്തപ്രകോപം, ആ ഒരു ക്രേവിംഗ് നേച്ചർ ഉണ്ടാവും, ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, അഗ്രസീവ്നെസ് ഉണ്ടാവും, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും. ഈ നേച്ചറൊക്കെ മാറണമെങ്കിൽ അവൻ ഈ പിത്തപ്രകോപം അല്ലെങ്കിൽ പിത്തം കൂട്ടുന്ന ആഹാരങ്ങൾ നമ്മൾ കൊടുക്കാണ്ടിരിക്കണം.
അല്ലെങ്കിൽ pH അസിഡിക് ആയിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കാണ്ടിരിക്കണം. അതും അല്ലെങ്കിൽ രജോ ഗുണം ആയിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കാണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് ആഹാരത്തിന് ഒന്നാം പ്രാധാന്യം കൊടുക്കുന്നത്. അത് ഓട്ടിസത്തിനെല്ലാം ഒരേ ടൈപ്പ് ആഹാരം എന്നുള്ളതല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഒരുവിധപ്പെട്ട പേരൻസിനൊക്കെ അറിയാം, നമുക്ക് ഓട്ടിസം റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തോ പോവുകയാണെങ്കിൽ അവർ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഗോതമ്പ് പാടില്ല, പാൽ കൊടുക്കാൻ പാടില്ല. അപ്പം എന്തുകൊണ്ട് അത് പാടില്ല എന്നൊരു പേരന്റിനും അറിയില്ല. അവർക്ക് ആകെ അറിയാവുന്നത് ഇത് രണ്ടും കൊടുത്താൽ കുട്ടി ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കും, അതുകൊണ്ട് നമുക്കത് അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് അത് മിൽക്കിന്റെ പ്രോഡക്റ്റ് ആണ്, മധുരം കൂടിയ സാധനങ്ങളാണ്, അതിനകത്ത് ഈ രണ്ട് സാധനങ്ങളും ഉണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ട് കൊടുക്കണ്ട എന്ന് പറയുന്നു എന്നുള്ളതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഈ ഗ്ലൂട്ടനും ഈ പറഞ്ഞ കേസിനും, അതായത് പാലിലടങ്ങിയിരിക്കുന്ന ആൽഫ കേസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരം പ്രോട്ടീനാണത്. അപ്പം ഈ കുട്ടിക്ക് ഈ സാധനങ്ങൾ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങൾ ഉള്ളിലേക്ക് ചെന്നാൽ അത് ഡൈജസ്റ്റ് ആവുന്നില്ല. ഡൈജസ്റ്റ് ആവാണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരം രണ്ടായിട്ട് പോകണം. ഒന്ന് ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യണം, എന്നാലേ അതിന്റെ മലമായിട്ട് നമുക്ക് മോഷൻ ക്ലിയർ ആണോ എന്നറിയാൻ പറ്റുള്ളൂ. മോഷൻ ക്ലിയർ ആയതുകൊണ്ട് അത് ഡൈജസ്റ്റ് ആയി എന്ന് മനസ്സിലാവും, ബട്ട് ബോഡി അബ്സോർബ് ചെയ്തോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഡൈജഷൻ നടക്കുകയും വേണം, രണ്ട് അസിമിലേഷൻ നടക്കുകയും വേണം. അതായത് നമുക്ക് പ്രോപ്പറായിട്ട് ബോഡി അത് ഏറ്റെടുക്കുന്നുണ്ടോ എന്നും കൂടെ നമ്മളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ, നമുക്ക് ഡൈജഷൻ കറക്റ്റ് ചെയ്തില്ല എങ്കിൽ, ഈ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ കുട്ടിയുടെ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നുള്ളത്. ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് കൊണ്ട് നമുക്ക് ഡൈജഷൻ കറക്റ്റ് അല്ലെങ്കിൽ അത് ബ്രെയിനിനെ ബാധിക്കും. അതാണ് വയറും തലച്ചോറുമായിട്ടുള്ള ബന്ധം. അപ്പോ ഈ ഗ്ലൂട്ടൻ ആയിക്കോട്ടെ കേസിനായിക്കോട്ടെ, ഇത് രണ്ടും ഡൈജസ്റ്റ് ആവാതെ വരുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഡൈജസ്റ്റ് ആവാതിരുന്നു കഴിഞ്ഞാൽ ബ്രെയിനിനെ ബാധിക്കും. പക്ഷെ ഇത് മാത്രമല്ല. അപ്പൊ ഗ്ലൂട്ടൻ എന്തുകൊണ്ട് കഴിക്കണ്ട എന്നുള്ളതിന്റെ റീസണാണ് ഞാൻ പറയണേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ബോഡിയെ കൊണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യിക്കണം, ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് കുട്ടിക്ക് ആഡ് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഇതേപോലെ ചില കുട്ടികൾക്ക് നമ്മൾ കണ്ടുവരുന്നത് പ്രോട്ടീൻ മെറ്റബോളിസത്തിൽ ഒരു എറർ കാണിക്കുന്നുണ്ട്. അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാതെ വരുന്നു. അപ്പോഴും ഈ പറഞ്ഞ സിംറ്റംസ് കാണിക്കും. ചില പേരൻസ് വന്ന് പറയുന്നത് ചെറുപയർ കഴിച്ചു കഴിഞ്ഞാൽ അവൻ അന്നത്തെ ദിവസം ഭയങ്കര ബഹളാണ്, അല്ലെങ്കിൽ കടല കഴിച്ചാൽ അന്നത്തെ ദിവസം വലിയ ബഹളാണ്. പക്ഷെ എല്ലാ ഓട്ടിസം ഉള്ള കുട്ടികളുടെ പേരന്റും അത് പറയുന്നില്ല. അപ്പം ഓട്ടിസത്തിന് ഒരു കോമൺ GFCF ഡയറ്റ് ഉണ്ടെങ്കിൽ പോലും ഓരോ കുട്ടിക്കും അവന്റെ ഡൈജഷൻ കപ്പാസിറ്റി ഏതിലാണ് ഡിഫക്റ്റ് എന്ന് കണ്ടുപിടിക്കണം. ചിലർക്ക് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ആയിരിക്കും. ചോറ് കഴിച്ചാൽ, വൈറ്റ് റൈസ് കഴിച്ചാൽ കുട്ടി ഹൈപ്പർ ആവുന്നു, അല്ലെങ്കിൽ അന്നത്തെ ദിവസം അവന് ഉറക്കമില്ല. ഇങ്ങനെ ഒരുപാട് പേരൻസ് പറയുന്നുണ്ട്. അപ്പം എല്ലാ കുട്ടികളുടെയും ആ ബേസ് കോസ് കണ്ടുപിടിക്കണം. ഡോക്ടർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഉറക്കം കുറവായിരിക്കുമെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉറക്കം തീരെ കുറവാണെന്ന്. അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഫുഡിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡിഫറൻസ് ഉണ്ടാവുമോ ഓരോ കുട്ടിക്കും? ഉറക്കം കുറവിനേക്കാളും കൂടുതൽ അവരുടെ ആ ഒരു അതിന് പറ്റിയ വാക്കെന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയും. ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. മിക്കവാറും നമ്മുടെ ഇവിടെ വരുന്ന കുട്ടികളൊക്കെ രാത്രി 1 മണി 2 മണിക്കൊക്കെ ഉറങ്ങുന്നത്, രാവിലെ എഴുന്നേൽക്കുന്നത് ചിലപ്പോൾ 10 മണിയാവും. അപ്പൊ ഇതുവഴി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉറക്കം നമുക്ക് ശരീരം തരണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു സൈക്കിൾ ഉണ്ട്. അതാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുക. നമ്മൾ എപ്പോൾ എഴുന്നേൽക്കണം, എപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എപ്പോൾ ഊണ് കഴിക്കണം, എപ്പം അത്താഴം കഴിക്കണം, എപ്പോൾ കിടന്നുറങ്ങണം. നമ്മൾ ഉറക്കമില്ല എന്ന് കരുതി അവന് ഉറക്ക ഗുളിക ഒരിക്കലും കൊടുക്കരുത്. കാരണം അത് ഉറക്കമല്ല, ഒരു മയക്കമാണ്. അത് നെർവൈൻ വീക്ക്നെസ് ഉണ്ടാക്കുന്നതാണ്. ഡേ ടൈമിൽ അവർ ഉറങ്ങൂല. അപ്പം ചില കുട്ടികളുണ്ട് രാത്രിയിൽ ഉറക്കമുളച്ചിരിക്കും. അപ്പൊ പേരൻസ് എന്താ വിചാരിക്കുക, രാത്രി ഉറങ്ങാത്തതല്ലേ, എന്നാൽ രാവിലെ കിടത്തി ഉറക്കാം. പക്ഷെ ഇത് ഏറ്റവും വലിയ ദോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇവരുടെ ബയോളജിക്കൽ ക്ലോക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാം. ഈ ആഹാരവും അതുപോലെ തന്നെ പകൽ ഉറക്കം ഉണ്ടെങ്കിൽ കഴിയുന്നത്ര അത് ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് 2 ദിവസം നമ്മൾ അവനെ ആ ഒരു സൈക്കിളിലേക്ക് ഇട്ടാൽ സ്വാഭാവികമായിട്ടുള്ള ഉറക്കം അവന് കിട്ടും. അപ്പൊ നമ്മൾ ഇത്രയും കുട്ടികൾ ഇവിടെ വന്ന് ചികിത്സിച്ചു പോയി. ഒരുവിധപ്പെട്ട എല്ലാ പേരൻസും പറയുന്നുണ്ട് അവന്റെ ഉറക്കം ശരിയല്ല,
പിന്നെ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് ഞങ്ങൾ പകല് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ രാവിലെ ഞങ്ങൾ വിളിക്കാറില്ല, ചിലപ്പോൾ 11 മണിക്കൊക്കെ എഴുന്നേക്കണം. ഞാൻ പറയാറുണ്ട്, കഴിയുന്നതും അങ്ങനെയുള്ള കുട്ടികൾ നിങ്ങൾ രാവിലെ ഒരു 6:30-7 മണിക്ക് വിളിച്ച് ഉണർത്തണം. കാരണം ആ ഉണർത്തിയില്ല എങ്കിൽ അതേ റുട്ടീൻ അവൻ ഫോളോ ചെയ്യും. അപ്പം 2 ദിവസം അവന് ഒരു 7 മണിക്ക് വിളിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറക്കാതെയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവന് രാത്രി ഒരു 9:30-10 മണിയാകുമ്പോൾ തന്നെ ഉറങ്ങും. അപ്പൊ അതുകൊണ്ട് അതിന് മരുന്ന് കൊടുത്ത് ഉറക്കുക എന്ന് പറയുന്നത് നമുക്ക് അഡ്വൈസബിൾ അല്ല. നമുക്ക് ആ ബയോളജിക്കൽ ക്ലോക്ക് കറക്റ്റ് ചെയ്യണം. അതിന് ആഹാരത്തിനും പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞ ഈ രജോ ഗുണം എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മ ഉണ്ടാക്കുന്ന സാധനം. അത് അതേസമയം സാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ ക്വാണ്ടിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. പിന്നെ പാരന്റ്സിനുള്ളൊരു ഡൗട്ടാണ്, ഇപ്പൊ ഫുഡ് കൺട്രോൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഡയറ്റ് കൺട്രോൾ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു 90% പാരന്റ്സിനും അറിയാം ഇപ്പൊ മിൽക്ക് പ്രോഡക്ട്സ് അല്ലെ ചോക്ലേറ്റ്സ് കഴിച്ചുകൂടാന്നുള്ളത്. അപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷന് വല്ലപ്പോഴും ഇത് കൊടുത്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്നുള്ളൊരു ഇതങ്ങനെ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ഇപ്പം നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നു, വല്ലപ്പോഴും ഞാൻ അവിടെ കൊണ്ടുപോയി ആ കുട്ടിക്ക് അത് കൊടുത്തു എന്ന് കരുതി നമുക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്ത വരാൻ പാടില്ല. കാരണം കുട്ടികളാകുമ്പോഴേക്കും ഒരുപാട് വാശി പിടിക്കും. ഇപ്പൊ ഐസ്ക്രീംസ് ആയാലോ ചോക്ലേറ്റ്സ് ആയാലോ സ്വീറ്റ്സ് ആയാലോ കണ്ട അവരോട് വേണ്ടാന്ന് പറയുമ്പോഴേക്കും അവർക്ക് വീണ്ടും ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് എസ്പെഷ്യലി കിഡ്സ് ആകുമ്പോഴേക്കും. അപ്പോ ചിലപ്പോ കരഞ്ഞു വാശി പിടിക്കും. പക്ഷെ പാരന്റ്സിന്റെ ഉള്ളിലൊരു ഭയം ഉള്ളത് കൊണ്ടിട്ട് 75% പാരന്റ്സ് അത് കൊടുക്കില്ല. പിന്നെ ഉള്ളൊരു ബാക്കി 5% അല്ല, അതില് ഞാൻ പേരൻസ് മിക്കവാറും പേരൻസ് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പോലും അത് റിവാർഡായിട്ട് കൊടുത്തു നോക്കുക. അതായത് നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്യുമ്പം അവനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണം. ഇപ്പൊ ഞാൻ പേരൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ വഴക്ക് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു വാക്ക് കുട്ടിയോട് പറഞ്ഞാൽ അത് പാലിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ അഷ്ടാംഗ പ്രോട്ടോകോളിൽ ഏറ്റവും അവസാനത്തെയാണ്, എന്നാലും ഞാൻ പറയാം. അഷ്ടാംഗ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം എ ആണ് വരിക. ആ അവസാനത്തെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട് ഓഫ് പോസിറ്റീവ് പാരന്റിങ് എന്ന് പറയും. അപ്പൊ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം. ഇത് ഒട്ടുമിക്ക പേരൻസും ചെയ്യാത്തൊരു കാര്യമാണ്. അത് ഓട്ടിസം ഉള്ള കുട്ടികളുടെ മാത്രമല്ല, അല്ലാത്ത കുട്ടികളുടെ പേരൻസ് പോലും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടി മൊബൈലിന് വേണ്ടി കരയുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇപ്പം മൊബൈലൊന്നും തരൂല, ഇപ്പൊ തരാൻ പറ്റൂല എന്ന് നമ്മൾ ആദ്യത്തെ വാക്ക് പറയും, അല്ലേ? അപ്പൊ കുട്ടി എന്താ ചെയ്യാ? കുട്ടി ഉടനെ അവന്റെ അടുത്ത ലെവലിലേക്ക് പോകും. ഏത്? വാശിയുടെ അടുത്ത ലെവല്. ചിലപ്പോൾ അവിടെ കിടന്ന് കരച്ചിലാവും, അല്ലെങ്കിൽ താഴെ കിടന്ന് ഉരുളും. അപ്പൊ ഇതൊക്കെ കാണുമ്പോ എന്താ, ഒന്നില്ലെങ്കിൽ ആ തരില്ല എന്ന് പറഞ്ഞ ആള് തന്നെ പറയും കരയണ്ട തരാം. അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കുന്ന വീട്ടിലുള്ള മറ്റു കുടുംബങ്ങൾ ആരെങ്കിലും മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവര് പറയുന്ന അവനെ വെറുതെ കരയിക്കണ്ട, അങ്ങോട്ട് കൊടുത്തേക്കും. അപ്പൊ ഇൻഡയറക്ട്ലി ആ കുട്ടിയുടെ സ്ക്രിപ്റ്റ് എന്താ വരുന്നതെന്നറിയോ? ഞാൻ കരഞ്ഞാൽ എനിക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വാക്ക് പാലിക്കുന്നില്ല. നമ്മുടെ വാക്കെന്ന് പറഞ്ഞാൽ തരില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ അവന്റെ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് വാശി എടുത്തപ്പോഴേക്കും നമ്മൾ കൊടുത്തു. ഇത് ഒറ്റ പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി, ആ കുട്ടിയുടെ ലൈഫ് ലോങ് അവന്റെ സ്ക്രിപ്റ്റ് അവൻ വാശി പിടിച്ച് മേടിച്ചിരിക്കും. ആസ് എ പേരന്റ് നമുക്കൊരു പരിധിയുണ്ട് കുട്ടിയെ കൺട്രോൾ ചെയ്യാനായിട്ട്. അതേസമയം ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് വേറൊരു രീതി ചെയ്യാം. ആ കുട്ടിയോട് പറയാം, നീ മിണ്ടാതെ അടങ്ങിയിരിക്കാമെങ്കിൽ ഞാൻ മൊബൈൽ തരാം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി സെയിമാണ്, പക്ഷെ നമ്മുടെ ഒരു നിയമം നമ്മൾ വെച്ച് അവനത് പാലിച്ചു കഴിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ആ കുട്ടി ഫസ്റ്റ് ഒരു പ്രാവശ്യം പറഞ്ഞാലൊന്നും ചിലപ്പോൾ ചെയ്തു എന്ന് വരില്ല. പക്ഷെ അതിന് പകരം കുട്ടിയോട് പറയാം, നീ അടങ്ങിയിരിക്കുക, എന്നാ ഞാൻ തരാം. ഇങ്ങനെ പറഞ്ഞാൽ ഒരു 90% കുട്ടികളും അടങ്ങിയിരിക്കും. നിങ്ങൾ മൊബൈൽ കൊടുത്തോളൂ, അരമണിക്കൂറേ ഉള്ളൂ, അരമണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു തരണം. ഈ ഒരു ക്ലോസ് വെച്ച് നിങ്ങളൊന്ന് കൊടുത്തു നോക്കൂ. അപ്പം ഒരേ പ്രവൃത്തി തന്നെ നമുക്കൊരു ഡിഫറെന്റ് ലൈനിൽ ചെയ്യാം. ഇതാണ് ആർട്ട് ഓഫ് പോസിറ്റീവ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ അരമണിക്കൂർ കഴിയുമ്പോൾ കുട്ടിയുടെ മൈൻഡിലുണ്ട്, ഞാൻ കരഞ്ഞത് കൊണ്ടല്ല എനിക്ക് കിട്ടിയത്, ഞാൻ അടങ്ങിയിരുന്നത് കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ എന്റെ പേരന്റ്, എന്റെ അച്ഛനോ അമ്മയോ പറഞ്ഞ് കേട്ടാൽ എനിക്കത് കിട്ടും. ഇത് ശീലിപ്പിക്കുക വീട്ടില്. അപ്പോൾ ഈ പറഞ്ഞ ഡയറ്റ് വല്ലപ്പോഴും പോയി എന്തെങ്കിലും കഴിക്കണം എന്ന് നമുക്കറിയാലോ. ഒരു ഫംഗ്ഷന് പോവാണ്, അവിടെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിന് മുന്നേ നിങ്ങളൊരു നിയമം ഉണ്ടാക്കുക. അതെ, അടുത്ത വെള്ളിയാഴ്ച നമ്മൾ അവിടെ നിനക്ക് വേണമെങ്കിൽ ഒരു ഐസ്ക്രീം മേടിച്ചു തരാം. ഞാൻ പറഞ്ഞ ഐസ്ക്രീം ഒന്നും നല്ലതാണെന്നുള്ള അവസ്ഥയിലല്ല, പക്ഷെ നീ ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ പോകുമ്പോൾ എന്തിനൊരു എയിം വെക്കുക.
ശരി, അപ്പൊ അവന്റെ മനസ്സിൽ അടുത്ത ഒരു 10 ദിവസം, ചിലപ്പം ഈ ഞായറാഴ്ചയാണ് പറയണത്, വെള്ളിയാഴ്ച കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ ഈ തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അവൻ അതായിരിക്കും അവന്റെ എയിം. അതിനിടയ്ക്ക് അവൻ അതിനെക്കുറിച്ച് ചോദിക്കുക പോലുമില്ല. അപ്പൊ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുകയും കൂടെ വേണം. ഞാനിത് മേടിച്ച് തരാമെന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീണാൽ പോലും അത് മറക്കരുത്. ഈ 2 കാര്യങ്ങൾ, അതാണ് വാക്ക് പാലിക്കുക എന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരു റിവാർഡ് പോലെ ഇങ്ങനെയുള്ള വല്ലപ്പോഴും കൊടുത്തതുകൊണ്ട് ദോഷമില്ല. കാരണം നമുക്ക് മറ്റ് കുറേ ബെനിഫിറ്റ് കിട്ടിയതുകൊണ്ടാണ്. ദോഷമില്ല എന്നല്ല, നമുക്ക് അതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് കുട്ടിയെ ശീലിപ്പിക്കാൻ പറ്റി. ആ ഒരു ആർട്ട് ഓഫ് പോസിറ്റീവ് പാരന്റിങ് എന്നുള്ളത്. നമ്മളിപ്പോൾ അഷ്ടാംഗ പ്രോട്ടോക്കോളിലെ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് ആഹാരത്തെക്കുറിച്ച് പറഞ്ഞു, 2 ഏറ്റവും എൻഡിലുള്ള ആർട്ട് ഓഫ് പോസിറ്റീവ് പാരന്റിങ് പറഞ്ഞു. ഈ ആഹാരം കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് എസ് ആണ്. അപ്പം അതിന് 2 വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന് ഒരു സ്പിരിച്വൽ തോട്ട്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു സാത്വിക് തോട്ട്സ്. അപ്പം പേരന്റിനെ സംബന്ധിച്ച് പേരൻസിനൊരു സാത്വിക് തോട്ട് ഉണ്ടാവണം. അപ്പം സാത്വിക് തോട്ടം ഞാൻ പറഞ്ഞാൽ സിമ്പിളായിട്ട്, ചില പേരൻസ് ഉണ്ട് ഈ ഡോക്ടേഴ്സിനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോണ പോലെയാണ്. ഇങ്ങനെ മാറി മാറി ഡോക്ടേഴ്സിനെ കാണാം. അത് അവരുടെയും കുറ്റമല്ല, അവരുടെ മൈൻഡ് സ്റ്റേബിൾ അല്ലാത്തതിൻ്റെയാണ്. കാരണം ഇപ്പം ഒരു ഡോക്ടറെ കണ്ടു, 2 മാസം അദ്ദേഹത്തിന്റെ അണ്ടറിൽ പോയി, അപ്പോഴായിരിക്കും വേറെ ആരെങ്കിലും പറയണത് അപ്പുറത്തൊരു ഹോമിയോ ഉണ്ട്, ഉടനെ അങ്ങോട്ട് പോവും. അതുമല്ല, ഇത് രണ്ടും അല്ല, അവിടെ ഒരു നാട്ടുവൈദ്യൻ വന്നിട്ടുണ്ട്, അയാളുടെ അടുക്ക പോവാം. അപ്പൊ ഇതിന് ഫസ്റ്റ് വേണ്ടത് നിങ്ങൾക്ക് നല്ല ചികിത്സ നല്ല സമയത്ത് കിട്ടാനായിട്ട് നിങ്ങൾക്കൊരു സാത്വിക് തോട്ട് വേണം, അതായത് പേരന്റിന്. അതാണ് ഞാൻ രണ്ടാമത്തെ, ആ പേരൻസിന്റെ ഒരു സ്റ്റെബിലിറ്റി ഓഫ് മൈൻഡ് ഉണ്ടാവണം. അല്ലെങ്കിൽ പേരൻസും ഇതേ സിംറ്റം തന്നെ കാണിക്കും, ക്രേവിങ് ഉണ്ടാവും, ഇടയ്ക്ക് അവര് ഹൈപ്പർ ആവും. അപ്പോൾ അവരാദ്യം സ്റ്റേബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ സ്പിരിച്വൽ തോട്ട്സ് എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ പോവാ പള്ളി പോവാ എന്നുള്ളതല്ല. ഇപ്പം പല പേരൻസും, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിൽ ചോദ്യം വന്നിട്ടില്ല, പക്ഷെ പല പേരൻസും ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് പൊതു സമൂഹത്തിലേക്ക് ഇറക്കാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ചിലപ്പോൾ ഒരു കുറച്ചിലായിട്ട് തോന്നുന്നു. ഇങ്ങനെ അവർക്ക് പറഞ്ഞില്ലെങ്കിലും പലർക്കും മനസ്സിൽ തോന്നുന്നുണ്ട്, അവർ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കും. ഉദാഹരണം ക്വസ്റ്റ്യൻ ചെയ്യും, കുട്ടിക്ക് എന്ത് പറ്റി. അപ്പം കഴിയുന്നതും അവരിങ്ങനെയുള്ള ഫംഗ്ഷനിലൊന്നും കൊണ്ടുപോകില്ല. ഞാൻ ആ പേരന്റിനോട് പറയാനായിട്ട് ഞാൻ ചില എൻ്റെ ഇന്റർവ്യൂസിൽ ഞാൻ പറയുന്നുണ്ട്, ഇത് അവരുടെ ഒരു കർമ്മ ഫലം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് പേരന്റിന്റെ, അതായത് നമുക്ക് എന്തോ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ കർമ്മങ്ങൾ കുറയ്ക്കുക ചെയ്യാം. ഇപ്പം എനിക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അത് ചിലപ്പോൾ ശാരീരികമായിട്ടാവാം, മാനസികമായിട്ടാവാം, ചിലപ്പം സാമ്പത്തികമായിട്ടാവാം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഒരു ചീത്തപ്പേരുണ്ടാക്കുന്നതാവാം. ഇതൊക്കെ നമുക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ കുട്ടികളെ നോക്കുക എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമുക്ക് തരണം ചെയ്യുമ്പോഴാണ് നമ്മുടെ സത്യത്തിൽ കർമ്മങ്ങൾ ഡയലൂട്ട് ആവുന്നത്. അതായത് നമുക്ക് ഉള്ള നമ്മുടെ ബാക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് ഡയലൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചേ പറ്റുള്ളൂ. അത് ആർക്കും ആയിക്കോട്ടെ. അപ്പൊ ആ പേരന്റിനെ സംബന്ധിച്ച് ആ കുട്ടിയാണ് അവരുടെ കർമ്മഫലം കുറയ്ക്കാനായിട്ടുള്ള ഒരു കാരണക്കാരൻ. ഇപ്പൊ എനിക്ക് എന്റെ കർമ്മഫലം കുറയ്ക്കാൻ ഒരു കാരണക്കാരനാണെങ്കിൽ എനിക്ക് ആ ആളോട് ദേഷ്യമാണോ തോന്നേണ്ടത്? നമ്മൾ അവരോട് റെസ്പെക്ട് അല്ലേ തോന്നേണ്ടത്? അതായത് ആ കുട്ടി എനിക്ക് കിട്ടിയത് എന്റെ കർമ്മഫലം കുറയ്ക്കാനുള്ള ഒരു കാരണക്കാരനായിട്ട് കാണുക. അപ്പൊ നമുക്കതൊരു പ്രഷ്യസ് ആയിട്ട് തോന്നും. ഇപ്പം എന്നെ കുറിച്ച് താങ്കളൊരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം എന്റെ അത്രയും കർമ്മം താങ്കൾ ഏറ്റെടുത്തിരിക്കുക. ഈ ഒരു തോട്ടോടു കൂടിയാണെങ്കിൽ എന്നെ ഒരാൾ കൈ ചൂണ്ടി കുറ്റം പറഞ്ഞാൽ എനിക്ക് ആളോട് ദേഷ്യം തോന്നുമോ സന്തോഷം തോന്നുമോ? സന്തോഷം തോന്നണം. അതായത് താങ്ക് യു, അത്രയും എന്നിൽ നിന്ന് ഏറ്റെടുത്തോണ്ട് പോയല്ലോ എന്ന് തോന്നണം. ഇതൊക്കെയാണ് നമുക്ക് സ്പിരിച്വൽ തോട്ട്സ് എന്ന് പറയാം. അതായത് ആ കുട്ടിയിലൂടെയാണ് ആ പേരന്റിന് സത്യത്തിൽ ഒരു നമ്മൾ മോക്ഷം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മുടെ ബാഡ് സിൻസ് കുറയ്ക്കാനായിട്ടുള്ള ഒരു കാരണക്കാരൻ എന്ന് പറയാം. അപ്പം ഈ സാത്വിക് തോട്ട്സ്, ഇങ്ങനെയുള്ള ഒരുപാട് നോളജുകൾ പേരൻസിന് ഉണ്ടാവണം, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ഒരിക്കലും സ്റ്റേബിൾ ആവില്ല. അതാണ് രണ്ടാമത്തെ അഷ്ടാംഗത്തില്. മൂന്നാമത്തെ എച്ച് ആണ്. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹീലിംഗ് ബൈ നേച്ചർ എന്ന് പറയും. അതായത് ഈ കുട്ടികളെ പരമാവധി നമുക്ക് പ്രകൃതിയിലേക്ക് ഇറക്കണം. അതായത് കുറച്ച് ഫാമിംഗ്, കൃഷി കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. അതുപോലെ ബെയർ ഫുട്ട് വാക്കിംഗ്, ചെരുപ്പിടാതെ മണ്ണിൽ നടത്തുക. അത് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അതൊരു ട്രീറ്റ്മെന്റ് തന്നെയാണ്, ബെയർ ഫുട്ട് വാക്കിംഗ്. ഇപ്പം ബാംഗ്ലൂർ ഹോസ്പിറ്റൽസിലൊക്കെ അവർ ചെയ്യുന്നതാണ് മഡ് തെറാപ്പി എന്ന് പറയും. വലിയൊരു ടാങ്കില് ചെളി നിറച്ചിടും, കുട്ടികളെ അതിനകത്ത് കളിക്കാൻ വിടും.
അതായത് പണ്ട് നമ്മൾ മണ്ണപ്പം ചുട്ട് കളിച്ചിരുന്ന അതേ സംഭവം തന്നെ കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്തു എന്ന് മാത്രം. യൂറോപ്യൻ കൺട്രീസിലൊക്കെ പ്ലേ സ്കൂൾസിലുള്ള ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പൊ അവർ അതിന്റെ സയന്റിഫിക് സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കൂടുതലും കുട്ടികളെ പ്രകൃതിയിലേക്ക് ഇറക്കും. അവരുടെ ആ ഒരു ഹൈപ്പർനെസ്, അവരുടെ ആ ഒരു എനർജി ലെവൽ ഹൈ ആയിട്ടിരിക്കുന്നത് നമ്മളൊന്ന് പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്ത് വിട്ടാൽ മതി. അവർക്ക് എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അതിന് നമ്മൾ അടക്കിയിരുത്തുക എന്നുള്ളതല്ല. വാട്ട് എവർ റെസിസ്റ്റ് വിൽ പെർസിസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ. നമ്മൾ എന്താണോ തടയുന്നത് അത് കൂടിക്കൂടി വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക. അത് തന്നെയാണ് നമുക്ക് ഒക്യുപേഷണൽ തെറാപ്പിയിലും ചെയ്യിക്കാനുള്ളത്. ഓക്കെ, അതിന്റെ ഒരു എന്താ പറയുക, സയന്റിഫിക് വേർഷനാണ് ഒക്യുപേഷണൽ തെറാപ്പിയിൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യിക്കാം എന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കാണുന്നുണ്ട്. അതെ അതെ അതെ, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഞാനിപ്പോ ഒരു പുതിയൊരു സ്റ്റഡി ചെയ്യുന്നത് ഒക്യുപേഷണൽ തെറാപ്പി തന്നെ ഒരു നേച്ചർ റിലേറ്റ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കുക. കാരണം അത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. കുട്ടികളെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് OT ചെയ്യിപ്പിക്കുക. അപ്പൊ നല്ലൊരു മാറ്റം കാണിക്കുന്നുണ്ട്. അതാണ് ഈ ഹീലിംഗ് ബൈ നേച്ചർ എന്ന് പറയുന്നത്. അടുത്ത 4ാമത്തെ വരുന്നത് ട്രീറ്റ്മെന്റ് തെറാപ്പി ഇന്റഗ്രേഷൻ ആണ്. അതായത് നമ്മളിപ്പം ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം, ഇങ്ങനെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീച്ച് തെറാപ്പി കൊടുക്കണം, ഒക്യുപേഷണൽ തെറാപ്പി കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. ഇത് പ്രോപ്പറായിട്ട് സയന്റിഫിക് ആയിട്ട് കൊടുക്കണം. ഇപ്പൊ വരുന്ന ഒരു ചെറിയൊരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ നേരെ പോയി സ്പീച്ചിന് വിടുക ചെയ്യാം, സ്പീച്ച് തെറാപ്പിക്ക് പൊക്കോളൂ എന്ന് പറയും. പക്ഷെ അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് വിടുന്നതെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് ആദ്യം കൊടുക്കേണ്ടത് സെൻസറി ഇന്റഗ്രേഷൻ ആയിരിക്കും. സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി കൊടുത്ത് OT കൊടുത്തതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ആ കുട്ടിക്ക് ഒരു സിറ്റിംഗ് ടോളറൻസ് തന്നെ ഉണ്ടാവുക. ആ ഒരു സ്റ്റേജിലായിരിക്കണം നമ്മൾ സ്പീച്ച് കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ അവന്റെ ആ തെറാപ്പി കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ആണ് നമ്മളിവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അടുത്ത T കഴിഞ്ഞാൽ A ആണ് വരുന്നത്. അതാണ് സത്യത്തിൽ ആയുർവേദിക് ഇന്റർവെൻഷൻസ് വരിക. അതായത് ഉള്ളിലേക്കുള്ള മരുന്നുകളും പുറമെ ഉള്ള നമ്മുടെ തെറാപ്പീസ്, നമ്മൾ പൗഡർ ഇട്ടിട്ടുള്ള എന്താ പറയാ മസാജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി തന്നെ നമ്മൾ ആയുർവേദ രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ഓരോ സെൻസ് ഓർഗനും നമുക്ക് എന്താ പറയാ റീജനറേറ്റ് ചെയ്യാൻ പറ്റണം. അത് മൂക്കായിക്കോട്ടെ, കണ്ണായിക്കോട്ടെ, ചെവി ആയിക്കോട്ടെ, നമ്മൾ അതിനൊക്കെ സെൻസറി സ്റ്റിമുലേഷൻസ് കൊടുക്കും ആയുർവേദ തെറാപ്പിയിലൂടെ. ഉള്ളിൽ മരുന്ന് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഗട്ട് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡൈജഷൻ പ്രോസസ്സ് കറക്റ്റ് ചെയ്യാൻ. ഇതാണ് ഒരു ആയുർവേദിക് സെക്ഷനിൽ വരിക. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡീശുദ്ധി എന്ന് പറയും. നമ്മൾ ചെറിയ രീതിയിൽ യോഗ പ്രാണായാംസ് നമ്മൾ പേരൻസിന് പഠിപ്പിച്ചു കൊടുക്കും, കിഡ്സ് യോഗാസ് ഒക്കെ. ഇത് പേരൻസ് വീട്ടിൽ ഡെയിലി ഒരു 10-15 മിനിറ്റ്സ് ചെയ്യണം. അപ്പൊ ആ ഒരു ഹോൾ ഫാമിലി വിൽ ബി മോൾഡഡ്. പേരൻസ് ചെയ്യണം. കാരണം ഈ കുട്ടിക്ക് ഉള്ളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവൻ ഇമിറ്റേറ്റ് ചെയ്യും. ഞാൻ കുറെ കാലം 3-4 കൊല്ലം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു നോക്കി, പക്ഷെ നടക്കുന്നില്ല. കാരണം അവനെ പഠിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് നമ്മൾ ചെയ്യുന്നത് പേരൻസിന് പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി വീട്ടിൽ പേരന്റ് ചെയ്യുമ്പം ഈ കുട്ടി തന്നെത്താനെ ഒരു 6 മാസം കൊണ്ട് അവനും പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ പേരൻസിന് ട്രെയിനിങ് ആക്കിയത്. അതാണ് ഈ N എന്ന് പറഞ്ഞ. G, അഷ്ടാംഗയിലെ G എന്ന് പറഞ്ഞാൽ ഗട്ട് കറക്ഷൻ എന്ന് പറയും. ഈ പറഞ്ഞ പ്രോപ്പർ മെറ്റബോളിസം കറക്ഷൻ, ഏറ്റവും ലാസ്റ്റ് ആർട്ട് ഓഫ് പോസിറ്റീവ് പാരന്റിങ്. അപ്പൊ ഈ ഒരു അഷ്ടാംഗ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആയുർവേദമുണ്ട്, ഫുഡുണ്ട്, യോഗ പ്രാണായാംസ് ഉണ്ട്, ഗട്ട് കറക്ഷൻ ഉണ്ട്, പേരന്റിങ് മെത്തേഡ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് 5-6 കൊല്ലമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. വളരെയധികം ഇംപ്രൂവ്മെന്റ്, പ്രോപ്പർ സയന്റിഫിക് ആയിട്ടുള്ള തെറാപ്പിയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ട്രമൻഡസ് ആയിട്ട് മാറ്റം കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും ആഹാരത്തിന് തന്നെയാണ്. അതെല്ലാവരും മനസ്സിലാക്കുക. അല്ലാതെ ചുമ്മാ കൊണ്ടുപോയി നമ്മൾ കുറച്ച് മരുന്ന് കൊടുത്തു മാറുക എന്നുള്ളതല്ല. അതുപോലെ തന്നെ തെറാപ്പി മാത്രം ചെയ്യുന്ന കുട്ടികളിലും ആയുർവേദം മാത്രം ചെയ്യുന്ന കുട്ടികളിലും നമുക്ക് മേ ബി 30-40% ചേഞ്ച് കാണുന്നുണ്ട്. ബട്ട് ഇത് രണ്ടും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ആഹാരവും അതുപോലെ തന്നെ അവരുടെ ഫുൾ ഫാമിലി നമ്മളൊന്ന് മോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തർക്കവും ഒരു മോർ ദാൻ 90% നമുക്ക് മാറ്റം കാണിക്കാൻ പറ്റും. പിന്നെ ഡോക്ടർ, എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, മീൻസ് 2-3 പേര് ചോദിച്ചതാണ്, ഇങ്ങനെ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നുള്ളത്. അതായത് ചിലർ പറയും മെഡിസിൻ കൊടുക്കരുത്, കൊടുത്തു കഴിഞ്ഞാൽ നെർവ്സിന് പ്രോബ്ലം വരും, അപ്പോഴാണ് കുട്ടികൾ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അല്ല, അത് ഈ മെഡിസിൻ എന്ന് പറയുന്ന ഒരു കോമൺ വേർഡാണ്.
ഏത് കാര്യത്തിനാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രാധാന്യം. ഇപ്പൊ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു നമുക്ക് കുട്ടി ഉറക്കം ഇല്ല, ആ കുട്ടിയെ ഉറക്കാനായിട്ട് നമ്മൾ സെഡേറ്റീവ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെയും പേര് മെഡിസിൻ തന്നെയാണ്, പക്ഷെ അത് ദോഷമാണ്. നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ പൂർണ്ണമായിട്ടും 101% ഞാൻ യോജിക്കുന്നു. അതായത് അങ്ങനെ ഒരു സെഡേറ്റീവ് കൊടുത്തിട്ട് ആ കുട്ടിയെ ഉറക്കി കഴിഞ്ഞാൽ അവന്റെ നെർവൈൻ വീക്ക്നെസ് ആണ് ഉണ്ടാവുക. അങ്ങനെ ഒരു മയക്കത്തിലേക്ക് കുട്ടിയെ തള്ളിവിടുന്നത് ലോങ് ടേമിൽ ദോഷമാണ്. ഇനി അതേസമയം ഞാൻ ഗട്ട് കറക്ഷൻ ഞാൻ പറഞ്ഞു, അതായത് ആ കുട്ടിയുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നതെങ്കിൽ അതിന് ദോഷമില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ അത്രയും വന്നിട്ടില്ല, പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്പം പ്രോബയോട്ടിക്സ് പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് ടേംസ് ഭയങ്കര ഫെമിലിയർ ആണ് ഓട്ടിസം റിലേറ്റ് ചെയ്തിട്ട്. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തില് നല്ല ബാക്ടീരിയാസിനെ നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്നതാണ് പ്രോബയോട്ടിക്സ്. രണ്ട് പ്രീബയോട്ടിക്സ്. പ്രീബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള നമ്മുടെ വയറ്റിലെ ഗുഡ് മൈക്രോബ്സിന്റെ എണ്ണം കൂട്ടാനായിട്ട് അവർക്കുള്ള ഒരു ഫുഡ് ആണ് പ്രീബയോട്ടിക്സ്. അപ്പൊ ഈ സാധന മരുന്നായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ പോലും അത് ശരീരത്തിന് നല്ലതാണ്. കാരണം അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോബ്സിന്റെ എണ്ണം, നല്ല മൈക്രോബ്സിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഗട്ട് മെറ്റബോളിസം ഗട്ട് മൈക്രോബയോം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മെഡിസിൻ എന്നുള്ളത് നമുക്കൊരു വൈഡ് സ്പെക്ട്രമാണ്. അതിൽ കാറ്റഗറൈസ് ചെയ്യണം നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അടക്കിയിരുത്താനാണെങ്കിൽ ഒരിക്കലും കൊടുക്കരുത്. അല്ലെങ്കിൽ നമുക്ക് ഒട്ടും വയ്യാണ്ട് വന്നാൽ മാത്രം നമ്മളതൊന്ന് കുറച്ച് നാള് മാത്രം ഉപയോഗിക്കുക, അല്ലാതെ ഒരു ലോങ് ടേമിൽ അതൊരു മെഡിസിൻ അല്ല. ഇറ്റ്സ് നോട്ട് ഇന്റൻഡഡ് ഫോർ ട്രീറ്റ്മെന്റ്. അതൊരു സബ്സൈഡ് ചെയ്ത് അവനെ അടക്കിയിരുത്താൻ വേണ്ടി മാത്രം. പക്ഷെ മറ്റേത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ല. അതാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. വേറെ നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ പ്രഗ്നൻസി ടൈമില് ക്യാരിങ് ആവുമ്പോഴേക്കും കുട്ടി ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ പറ്റുമോ? അതിനുള്ള വല്ല ടെസ്റ്റും ഉണ്ടോ? അല്ല ക്യാരിങ് ആയിരിക്കുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റുമോ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത്? ഇപ്പോ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് എന്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം അങ്ങനെ ഒരു അനാമലി കണ്ടുപിടിക്കാനും മാത്രം നമുക്കായിട്ടില്ല. മേ ബി അടുത്ത സ്റ്റഡീസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് വരുമായിരിക്കാം. അത് ജനറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ജനറ്റിക് ആണോ അല്ലയോ എന്നുള്ളത്. പക്ഷെ അത് ജനറ്റിക് എന്നുള്ളതിനേക്കാൾ ഉപരി ചിലതൊക്കെ ആഫ്റ്റർ ബർത്ത് ഉണ്ടാവണമാണ്. അപ്പൊ ആഫ്റ്റർ ബർത്ത് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് എന്താ പറയാ പ്രഗ്നൻസി ടൈമിൽ അറിയാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതുവരെ അങ്ങനെ ഒരു ഇത് ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. ഇനി നമുക്കൊന്ന് വരും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, വേറെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. GFC ഡയറ്റ് കുട്ടികളിൽ നിന്നും തുടരേണ്ട ആവശ്യമുണ്ടോ? എത്ര കാലം ഇത്തരം ഭക്ഷണ രീതികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളത് പലപ്പോഴും പേരൻസ് വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. കാരണം അവര് ഫെഡപ്പായി ഇനിയിപ്പോ എന്തും വന്നോട്ടെ ഞാൻ എന്റെ കുട്ടിക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരൻസിനെ നമ്മൾ കാണുന്നുണ്ട്. അതായത് കഴിഞ്ഞ 1-2 കൊല്ലമൊക്കെ കൊടുത്തു, എനിക്കൊന്നും വലിയ മാറ്റമൊന്നും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ കുട്ടി മാത്രം ഇതൊന്നും കഴിക്കാണ്ടിരിക്കുന്നു, ഇനി എനിക്കിത് പറ്റൂല, അവൻ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കട്ടെ, അവന്റെ ഇഷ്ടത്തിന് വിടുക എന്നൊരു അഡ്വൈസ് ഉണ്ട്. ഇതിന്റെ ബേസിക് കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ GFCF ഡയറ്റ് ഫോളോ ചെയ്ത് എന്ന് വരെ ഇത് എന്നുള്ളത് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അതിനാണ് ഞാൻ GFCF എന്തിനാണ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ GFCF നമ്മുടെ ഗ്ലൂട്ടനും കേസിനും നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഇവിടെ വരുന്ന കുട്ടികൾക്ക് അവരുടെ ഇൻപേഷ്യൻ ട്രീറ്റ്മെന്റ് ആ ഒരു പാറ്റേൺ കഴിഞ്ഞാൽ വിത്തിൻ 6 months ഞാൻ പറയും നിങ്ങൾ കുറേശ്ശെ കൊടുത്തു തുടങ്ങും. അതിന്റെ പാറ്റേൺ ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ബോഡി അത് ഡൈജസ്റ്റ് ചെയ്യാൻ പാകമായാൽ നമുക്ക് കൊടുത്തു തുടങ്ങാം. അതിന് ദോഷമൊന്നുമില്ല. അല്ലാതെ ജീവിതകാലം മുഴുവൻ GFCF തുടരണം എന്ന് ഒരിടത്തും പറയുന്നില്ല. അതാണ് നമ്മൾ അതിന്റെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ല എങ്കിൽ ഇത് എൻഡില്ലാതെ പോകും. വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഒരു കുട്ടിക്ക് പരിശോധിച്ചപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ADHD എന്നും പിന്നീട് അത് ഓട്ടിസം ആണെന്നും പറഞ്ഞു. അതിൽ തന്നെ മൈൽഡ്, സിവിയർ എന്നിങ്ങനെ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഡയഗ്നോസ്റ്റിക് ടൂള് നമുക്കില്ല. നമുക്കിപ്പം ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ISA സ്കോറിംഗ് ഉണ്ട്,
അല്ലെങ്കിൽ കാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ടൂളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ടൂൾ എന്നൊക്കെ പറഞ്ഞാൽ മാനുവലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ. ഇപ്പം പേരന്റിന്റെ അല്ലെങ്കിൽ കുട്ടിയുടെ പേരന്റുമായിട്ട് നമ്മൾ സമ്മതിച്ച് കഴിയുമ്പം കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുട്ടിയുടെ അവസ്ഥയൊക്കെ ചോദിച്ച് കുട്ടിയെ നമ്മൾ കണ്ട് മേ ബി ഒരു മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് നമ്മൾ നിശ്ചയിക്കുന്നതാണ്. അപ്പൊ ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരാം. അതായത് ചിലപ്പോൾ ആ പേരന്റിന്റെ മൂഡ് ശരിയല്ലെങ്കിൽ സ്കോറിങ് വ്യത്യാസം വരാം. അല്ലെങ്കിൽ ആ കുട്ടി ആ ഇരിക്കണ അന്തരീക്ഷവുമായിട്ട് ഒരു റാപ്പോയിലല്ല എങ്കിൽ അവൻ കൂടുതൽ ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ സ്കോർ 5 എന്ന് എഴുതും. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പൊ AC ഒക്കെ ഉള്ള മുറിയിലാണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾ മിക്കവാറും അടങ്ങിയിരുന്നോളും. അപ്പൊ ചിലപ്പോൾ നമ്മളത് കണ്ടിട്ട് സ്കോർ 1 എന്നിടും. ബാക്കി സ്ഥലങ്ങളിൽ പുറത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അവന്റെ മാനസികാവസ്ഥ, അവരെടുക്കുന്ന സൈക്കോളജിസ്റ്റ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ പേരന്റിന്റെ ചില പേരന്റ്സ് ഉണ്ട് ചെറിയ കാര്യം ഉണ്ടാവുള്ളൂ എക്സാജറേറ്റ് ചെയ്ത് പറയും. എന്റെ കുട്ടിക്ക് ഭയങ്കരമായിട്ട് അവൻ ഒരു കാര്യവും കേൾക്കണില്ല, അതായത് എന്ത് ചോദിച്ചാലും അവർ എക്സാജറേറ്റ് ചെയ്ത് പറയും. ഞങ്ങളുടെ ആയുർവേദത്തിൽ ഗുരുവ്യാധിത ലഘുവ്യാധിത എന്ന് പറയും. ചില പേരൻസ് നേരെ തിരിച്ചുകൊണ്ട് വളരെ സിവിയർ ആണെങ്കിലും അവർ പറയുന്നത് എന്റെ കുട്ടിക്ക് അത്രയ്ക്കൊന്നുമില്ല, വളരെ മൈൽഡ് ആയിട്ടേ ഉള്ളൂ, പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സിവിയർ ആയിരിക്കും. അപ്പൊ ആ പേരന്റ് പറയുന്നത് വെച്ചിട്ട് നമ്മൾ നോക്കിയാൽ ഇതിന് ചിലപ്പം ഇതിന്റെ സ്കോറിംഗ് വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു പിൻ പോയിന്റ് ചെയ്ത് ഇത് മൈൽഡാണ്, അവിടെ പറഞ്ഞത് സിവിയർ ആണ്, ഇവിടെ ചെന്നപ്പോൾ അത് മോഡറേറ്റ് ആണെന്ന് പറഞ്ഞു, ചിലർ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അത്രയും നമ്മൾ പിൻ പോയിന്റ് ആയിട്ട് പോവാണ്ടിരിക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗട്ട് മെറ്റബോളിസമാണ്. അത് ഓരോന്ന് ചെയ്തു വരുമ്പോൾ നമുക്ക് ഈ കുട്ടിയുടെ സിംറ്റംസ് എന്തൊക്കെയാണ് മാറ്റം വരുന്നത് നമുക്കറിയാൻ പറ്റും, സെൻസറി ഇഷ്യൂസ് ആണോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കേസിൽ നമുക്ക് ഡയഗ്നോസിസ് എന്ന് പറയുന്നതിന് പ്രാധാന്യമുണ്ട്. പക്ഷെ അതിന്റെ ഡീപ്പർ ലെവലിലുള്ള ഡയഗ്നോസിസിൽ പോയി കഴിഞ്ഞാൽ ഒരു പേരന്റിന് കൺഫ്യൂഷൻ ഉണ്ടാവുകയേ ഉള്ളൂ. അത് ഹയർ സെന്ററിൽ നിന്ന് നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പം താഴെയുള്ള സെന്ററുകാർ പറയും അവിടെ ചെയ്തത് തെറ്റായി എന്ന് പറയും, ഇവര് പറയും അവർ ചെയ്തത് തെറ്റായി എന്ന് പറയും. അപ്പം അതുകൊണ്ട് അതിൽ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുപോലെ തന്നെ കിഡ്സിന് ഇപ്പോൾ നമ്മളൊരു സിംറ്റം കണ്ടു, അപ്പൊ അത് ട്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതുപോലെ ഏജ് കൂടുന്തോറും അതിന് കാലപ്പഴക്കം എടുക്കും ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ടുള്ളത്. അതിലൊരു ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം 5 വയസ്സുള്ള ഒരു കുട്ടിയെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ബയോളജിക്കൽ ക്ലോക്ക് കറക്ഷൻ ആണ്. ഇപ്പം 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഈ ക്ലോക്ക് കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈസിയാണ്. അതായത് ഒരു 16 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ ബാല്യാവസ്ഥ എന്നാ പറയുക. 16 വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിലും 5 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അവന്റെ ആ 5 വയസ്സ് കാലം അവൻ തെറ്റായി പോയത് കറക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് എളുപ്പമാണ്. പക്ഷെ ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയെ അവൻ ഈ 12 വർഷവും തെറ്റായിട്ടാണ് പോയതെങ്കിൽ അത് കറക്ഷൻ ചെയ്യാന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ആ പേരന്റിന് ബുദ്ധിമുട്ട് വരും. കാരണം അവനൊരു ശീലമുണ്ട്, അത് മാറ്റുക എന്ന് പറയുന്നത് ഇത്തിരി പാടാണ്. അപ്പൊ ആ ഒരു വിഷയം വെച്ച് നോക്കിയാൽ ആ ബയോളജിക്കൽ ക്ലോക്ക് കറക്ഷൻ എന്ന് പറയുന്നതിൽ നമുക്കുള്ളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ് ഇതിന്റെ പ്രോഗ്നോസിസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാതെ ഇരിക്കാനുള്ളതിന്റെ ഒരു പ്രധാന കാരണം. അതല്ലാണ്ട് നമുക്കൊരു 16 വയസ്സ് വരെയുള്ളതിന് ചേഞ്ചസ് വരുത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. ഓക്കെ. നമ്മളിപ്പോ ഒരു കുട്ടിയില് ഈ ഒരു സിംറ്റം കണ്ടു കഴിഞ്ഞാല് എന്നുവെച്ചാൽ പാരന്റ്സിന് കാണുമ്പോൾ ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആരുടെ അടുത്തേക്കാണ് കൊണ്ടുപോകേണ്ടത്? ഫസ്റ്റ് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഒരു അനാലിസിസ് ചെയ്യണം. അപ്പൊ ഒന്നില്ലെങ്കിൽ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണുക. അത് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ അവസ്ഥ എപ്പോഴും ഇങ്ങനെയാണോ എന്നുള്ളതൊന്ന് അറിയുക. അപ്പം ഇതില് ചിലപ്പോൾ ആ ഡോക്ടർക്ക് അവരുമായിട്ട് ഇരിക്കുന്ന മാക്സിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഈ കുട്ടിയെ അനാലിസിസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വീട്ടിൽ തന്നെ നമ്മൾ അനാലിസിസ് ചെയ്യണം. ഫസ്റ്റ് വീട്ടിൽ തന്നെ ഒന്ന് അനാലിസിസ് ചെയ്യുക. അപ്പം എന്തെങ്കിലും ഒരു ചേഞ്ച് കാണുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക, സൈക്കാട്രിസ്റ്റിനെ അല്ല. സൈക്കോളജിസ്റ്റിനെ കണ്ട് അവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി അതുമല്ല എങ്കിൽ ഒരു നിങ്ങൾ സ്ഥിരം കാണുന്ന, ഞാൻ പറയാറുണ്ട് മിക്കവാറും ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടാവണം എന്നുള്ളത്. കാരണം ആ ഡോക്ടർക്ക് നിങ്ങളുടെ ഫാമിലി കുറച്ചുകൂടെ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡോക്ടർ, അത് ഹോമിയോ ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, അലോപ്പതി ആയിക്കോട്ടെ, അദ്ദേഹമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ 2 വിധത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഇതൊന്നുമല്ല എങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള പേരൻസിന് വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഞാനൊരു 30 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം ഈ കുട്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ആ കുട്ടിയുടെ പേരൻസിന്,
അത് എത്ര വലിയ പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടറാണെങ്കിലും ഈ കുട്ടിയെ പരമാവധി കാണുന്ന ഈ 1 മണിക്കൂർ. അപ്പൊ ഒരു AC ഉള്ള മുറിക്കകത്താണ് ആ കുട്ടി ഇരിക്കണമെങ്കിൽ അടങ്ങിയിരുന്നോളും. ആ ഡോക്ടർ ചോദിക്കും ഇവനിപ്പോ എന്താ കുഴപ്പം, ഇതൊന്നും കുഴപ്പമൊന്നുമില്ലോ എന്നേ ചോദിക്കുള്ളൂ. അപ്പൊ അതിന് ഞാൻ ചെയ്യണ ഈ 30 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അവന്റെ സെൻസറി ഇഷ്യൂസ് ആണോ, സോഷ്യൽ ആക്ടിവിറ്റീസിലാണോ പിന്നോട്ടുള്ളത്, സ്പീച്ചിലാണോ എന്നുള്ളത് ഈ പേരന്റിന് തന്നെ സ്കോർ ചെയ്യാം. 0 to 5 സ്കോർ ചെയ്യാം. അപ്പൊ ഈ പേരന്റ് അത് കറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇവൻ മൈൽഡിലാണ് മോഡറേറ്റിലാണെന്നുള്ളത്. ഇങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ടൂള് നമ്മളായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ അത് അവൈലബിൾ ആണ്. ഇനി ഇതൊന്നും അല്ല എങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള നിങ്ങളെ അറിയാവുന്ന ഹെൽത്ത് പ്രൊവൈഡറെ ഒന്ന് പോയി കാണുക. സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ബെസ്റ്റ്. അതുമല്ല എങ്കിൽ ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സ ചെയ്യുന്ന ആരെങ്കിലും ഒന്ന് കണ്ട് നമുക്കത് നിശ്ചയിക്കാവുന്നതാണ്. ഓക്കെ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മുടെ ടൈമും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിലും ഇതിനെപ്പറ്റി തന്നെയായിരിക്കും ഡോക്ടർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളും ആശങ്കകളും ഇൻബോക്സ് വഴിയോ അല്ലെങ്കിൽ കോൾ വഴിയോ ഞങ്ങൾ അറിയിക്കാവുന്നതാണ്. ഡോക്ടറിന് പാരന്റ്സിനോട് ഇപ്പൊ ഒരുപാട് പാരന്റ്സ് നമ്മൾക്ക് കോൾസ് വരുന്നുണ്ട് സംശയങ്ങളുമായിട്ട്, അല്ലെ ട്രീറ്റ്മെന്റിന് എങ്ങനെയാ വരേണ്ടത്. അപ്പൊ അവർക്കൊരു അഡ്വൈസ് എന്ന രീതിയിൽ എന്താ പറയാനുള്ളത്? ഞാൻ പേരന്റിനോട് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യങ്ങൾക്ക് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന ഉത്തരത്തിന് ലോജിക്കലാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി പറഞ്ഞു, അഷ്ടാംഗ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു, ഇതില് നമ്മൾ ഇതുവരെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടാണ് പോകുന്നത്. ഈ ഒരു അഷ്ടാംഗ പ്രോട്ടോകോൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പം നമുക്ക് വേണ്ട ഒരുവിധപ്പെട്ട അതിന്റെ ട്രീറ്റ്മെന്റ് മൊഡ്യൂൾ മൊത്തം നമ്മൾ കവർ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. പേരന്റിങ് ആയാലും ഫുഡ് ആയാലും ഇതെല്ലാം. അപ്പം ഇതില് പരമാവധി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഒരിക്കലും എന്താണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിൽ ഒരുപാട് കുട്ടികൾ വളരെ വളരെ ബെറ്റർ ആയിട്ട് വന്നവരുണ്ട്, അവര് നോർമൽ സ്കൂളിൽ ചേർത്തവരുണ്ട്. ഇതൊന്നും ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുകയല്ല. ഇതിന്റെയൊക്കെ എഫേർട്ട് ഒരു 1.5-2 കൊല്ലം ഈ പേരന്റ് നടത്തിയെങ്കിൽ മാത്രമേ വരുള്ളൂ. അല്ലാതെ പെട്ടെന്ന് കൊണ്ടുവന്ന് നമുക്ക് നാളെ മുതൽ അത് മാറ്റം വരും എന്നുള്ളതല്ല. നമുക്ക് വഴി കാണിക്കാം. ആ വഴിയിലൂടെ നിങ്ങളുടെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഞാൻ കർമ്മ ഫലം എന്ന് പറയുന്ന പോലെ നിങ്ങളെയും കൂടെ ഞാൻ ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൊണ്ടുപോയിരിക്കും. അപ്പൊ ആ ഒരു എന്താ പറയാ ഫേസ് കടക്കാണ്ട് നിങ്ങൾക്ക് അപ്പുറം എത്താൻ പറ്റൂല. അത് കടന്ന് തന്നെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരവതാനി കിട്ടുള്ളൂ എന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വിട്ടുകളയരുത്. ഈ അൺസ്റ്റേബിൾ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ മാറി മാറി നമുക്ക് അതിന്റെ ഗുണം കിട്ടും എന്ന് പലരും വിചാരിക്കുന്നുണ്ട്. കിട്ടാവുന്ന പരമാവധി എന്റെ കുട്ടിക്ക് കിട്ടിക്കോട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അത് എപ്പോഴും ദോഷത്തിലേക്കാണ് വരിക. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ആ ഡോക്ടർ പറയുന്ന കാലയളവ്, പിന്നെ ആ ഡോക്ടറിൽ നിന്ന് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ആർക്കാ അറിയാവുന്നത്? നമ്മൾ ദൈവം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഏതോ ഒരു അദൃശ്യ ശക്തി, സം കോസ്മിക് എനർജി എന്ന് ഞാൻ പറയും. ആ കോസ്മിക് എനർജി നയിക്കുന്നത് പോലെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പം അത് നമുക്ക് ഒരുപാട് വിവരമോ വിദ്യാഭ്യാസമോ ഉണ്ടെങ്കിലും നല്ല ചികിത്സ കിട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മഫലം പോലെ തന്നെയാണ്. അല്ലെങ്കിൽ ചിലര് 2.5 വയസ്സിൽ ഇവിടെ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്, ചിലര് 13ാമത്തെ വയസ്സിലും 14ാമത്തെ വയസ്സിലും കൊണ്ടുവരുന്നവരുണ്ട്. അപ്പൊ 13ാമത്തെ വയസ്സിൽ കൊണ്ടുവരുന്നവർക്ക് കാശില്ലാഞ്ഞിട്ടല്ല, നല്ല വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് ഇതുവരെ കിട്ടിയില്ല. അപ്പൊ അതിനെന്തോ വേറെ ആരും നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധം മനസ്സിൽ വെക്കുക. അപ്പൊ ഏത് സ്ട്രീം ആയാലും ഗോ അഹെഡ്. നമുക്ക് ഇതിനൊരു എൻഡാണെന്ന് ആരും വിചാരിക്കരുത്. നമുക്ക് ഈ കുട്ടികളെ ഉയർത്തിക്കൊണ്ട് വരിക തന്നെ ചെയ്യാം വിത്ത് എഫേർട്ട്. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന്റെ ബാക്കി സെഷൻ നെക്സ്റ്റ് സൺഡേ 8 PM തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളും ആശങ്കകളും ഇൻബോക്സ് വഴി ഷെയർ ചെയ്യുക, ഇല്ലെങ്കിൽ കോൾ വഴി അറിയിക്കുക. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലം ഇല്ല. ഇതൊരു എൻഡായിട്ട് കാണണ്ട. ആരും ഇതിനെ പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. എന്തായാലും ഓവർകം ചെയ്യാൻ പറ്റും. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു പാരന്റ് പോസിറ്റീവ് തിങ്കിങ് ആണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ ഇതുവരെ ഈ ലൈവ് പ്രോഗ്രാം കണ്ട എല്ലാവർക്കും താങ്ക് യു. അതുപോലെ തന്നെ ഇത്രയും ഇൻഫർമേഷൻ തന്ന ഡോക്ടറിനും താങ്ക് യു.